അഭിഷേക് ആയിട്ട് ഞാനൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്യൂട്ടി പേജിന്റെ വിഷയം പറഞ്ഞ് ഞാൻ അഭിഷേകും തമ്മിൽ ഭയങ്കര വലിയൊരു അടിയായിട്ട്. ജാൻമണി ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളാണ്. ഇയാള് ഇന്റർവ്യൂവിൽ വന്നിട്ട് ജാൻമണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് പോയിട്ട് ടു ജെൻഡർ സ്ക്വാഡ് എന്ന് പറയുന്ന ബനിയൻ ഇടുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു ഡബിൾ സ്റ്റാൻഡാണ്. അവർ ഐഡന്റിഫൈ ആസ് വുമൺ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ അമ്മയും പെങ്ങന്മാരൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. അഭിഷേകിന്റെ അമ്മയും പെങ്ങളുള്ള സ്ഥലത്ത് ഇപ്പൊ സപ്പോസ് ഞാനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രത്യേകിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ പോവുമോ? ലിവിങ് ടുഗദറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ഭാവിയിൽ ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ പ്ലാനൊന്നും ഇല്ല ഇപ്പോൾ. കാര്യമായിട്ട് അങ്ങനെ ട്രാൻസ് കഥാപാത്രങ്ങളൊന്നും എഴുതപ്പെടാറില്ല, സ്ക്രിപ്റ്റിൽ വരാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് സാധാരണ ഫിലിം മേക്കേഴ്സ് പറയുന്ന ഒരു ന്യായം. എവിടെയെങ്കിലും അത്തരത്തിൽ ട്രാൻസ് വുമൺ അല്ല എന്ന് അറിയാതെ വരെ വന്നിട്ടുള്ള പ്രപ്പോസലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത് അറിഞ്ഞിട്ട് അവര് പോയിട്ടുമുണ്ട്. അങ്ങനെ നിലനിന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കൂട്ടത്തിലുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസും പോസ്റ്റുകളൊക്കെ നോക്കി ഞാൻ തന്നെ അടിയിൽ കാണാം. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം പറയാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഹാഷ്ടാഗുകളും ക്യാമ്പയിൻസും ഒക്കെ വരുന്നത്. ഇപ്പൊ ടു ജെൻഡർ സ്ക്വാഡ് അങ്ങനെ. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആളാണ്. പെട്ടെന്ന് കരയും വെച്ചാൽ പെട്ടെന്ന് കരയും, അതുപോലെ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് അവിടെ പോയിട്ട് വെറുതെ എന്തിനാ? ഐഡന്റിറ്റി തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അച്ഛൻ അത് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു, 6 വർഷം മുമ്പേ അറിയായിരുന്നു എന്ന് പറഞ്ഞു. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക്, ഒരു കളർഫുൾ ചാപ്റ്ററിലേക്ക് സ്വാഗതം. സോ ഇന്ന് വിശേഷമായിട്ട് കൂടിയുള്ളത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ശ്രുതി സിത്താരാണ്. നമസ്കാരം. എങ്ങനെ പോണു? എനിക്കൊന്ന് കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാ അല്ലേ? നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ കളർഫുൾ ജീവിതം തന്നെ കളറാവുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാന്ന് പറയും അല്ലെ. അത്തരത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തേടി പിടിച്ച് അല്ലെ അതൊക്കെ നേടിയെടുത്ത ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കളർ സ്റ്റോറീസിൽ ഇവിടെ ഇരിക്കാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ കൂടിയാണ്. കളർഫുൾ സാരി ഒക്കെ എടുത്ത് വന്നിട്ടിരിക്കുന്നുണ്ട്. സോ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇത്രയും ഹാപ്പി ആയിട്ട് പോകുന്നു എന്നുള്ളൊരു ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ ലൈഫിൽ എടുക്കുന്നു. ട്രാൻസ് വുമൺ എന്നൊരു ട്രാക്കിലോട്ട് സപ്പോർട്ട് ചെയ്യുമോ എന്ന് പേടിച്ചിരുന്നവർക്ക് അത്രത്തോളം ഫാമിലിയിൽ നിന്ന് അത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നു. അച്ഛൻ്റെ വാക്കുകളാണെന്നുണ്ടെങ്കിലും അതിനുശേഷം ഒരു വേൾഡ് തന്നെ എല്ലാവരും കൊതിക്കുന്ന ഒരു ടൈറ്റിൽ കിട്ടുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നല്ല നിമിഷങ്ങളാണ്. അതെ, ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ വീട്ടുകാർ അംഗീകരിക്കുന്നതും ട്രാൻസിഷൻ നടക്കുന്നതും ഒരു ബ്യൂട്ടി പേജന്റ് വിൻ ചെയ്യുന്നതും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് ശരിക്കും ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടിരുന്നില്ല കൊച്ചിലെ. അപ്പൊ ബാക്കി കിട്ടിയതെല്ലാം ബോണസാ, നേടിയതെല്ലാം. പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വരെ സംശയം ഉണ്ടായിരുന്ന ഒരാളെ നോക്കിയിട്ട് കുറെ പേര് സംസാരിക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ എന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കമന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇത്രത്തോളം എനിക്ക് എന്താ പറയാ, ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്നാണല്ലോ ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് ലാലേട്ടൻ പറഞ്ഞു വെച്ച പോലെ അല്ലെ. സോ അത്തരത്തിൽ നിൽക്കുന്ന ഒരു ട്രാക്കിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ശ്രുതി എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ശ്രുതി കാണുന്ന വീഡിയോയിലൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം, എന്തേ ശ്രുതി ബിഗ് ബോസിൽ എത്തിയില്ല എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, ടിപ്പിക്കലി അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി വൾണറബിൾ ആയിട്ടൊരു ആളാണ്. പെട്ടെന്ന് കരയും വെച്ചാൽ പെട്ടെന്ന് കരയും, അതുപോലെ ഒരാളാ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് അവിടെ പോയിട്ട് വെറുതെ എന്തിനാ? കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെറുതെ ആൾക്കാർ മതിലെ കണ്ണീരടക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു നെഗറ്റീവ് സാധനം വരും. അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുമ്പോ പേടിക്കുന്ന ഒരാളാണോ ശരിക്കും? നെഗറ്റീവ് ഷെയ്ഡ് വരുമ്പോ അങ്ങനെ അത്തരത്തില് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണോ? വെറുതെ ഒരു പരിധി വരെ അല്ല, എന്നാലും പരിധി വരെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് ഫീലിങ്സ് പെട്ടെന്ന് എൻ്റെ ഫേസിൽ റിഫ്ലക്റ്റ് ആവും. അതിപ്പോ ബീറ്റ്, ആങ്കർ, എന്താണേലും, സങ്കടമാണേലും ദേഷ്യമാണേലും എന്താണേലും. അപ്പൊ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാൾക്ക്
പറ്റിയൊരു സ്ഥലമാണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല, ഇതുവരെ പോകണമെന്ന് താല്പര്യം തോന്നില്ല. പക്ഷെ ഞാൻ പോകുന്ന ആൾക്കാരൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ട് ഒക്കെ ഡീൽ ശരിക്കും ഇങ്ങനെ നെഗറ്റീവ് വരുമോ എന്നുള്ള ഭയപ്പെട്ട ഒരാൾ തന്നെ കഴിഞ്ഞ സീസണിൽ നാദരകേട്ട സ്വീകാര്യത കണ്ടിട്ട് ഞെട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ സത്യമാണ് അല്ലേ? എത്രത്തോളം നാദ്ര പോലും പ്രതീക്ഷിച്ചില്ല അത്രയും സ്വീകാര്യത കിട്ടുമെന്നുള്ളത്. ഞാൻ പുറത്തിരുന്ന് ഭയങ്കര വണ്ടർ അടിക്കുമായിരുന്നു. അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ എയിം അതായിരുന്നു, അതിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഈ നമുക്കൊപ്പമുള്ള ഒരാൾ കിട്ടുമ്പോൾ സന്തോഷമാണ്. ഇതിനപ്പുറത്തേക്ക് സന്തോഷം കൂടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിച്ച ഒരാൾ കൂടിയാണ്. ആൾ വിന്നർ ആകുമ്പോൾ അല്ലെങ്കിൽ എത്രത്തോളം സ്വീകാര്യത കിട്ടുമ്പോൾ ഒരു ഫൈനലിലോട്ട് കിടക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി കൂടിയുള്ള ഒരു മുന്നേറ്റം കൂടിയാണ് വരുന്നത് അല്ലെ? കുറെ കൂടി ഈ കാണുന്ന കാഴ്ചപ്പാടുകൾ സൊസൈറ്റിക്ക് മാറ്റം വരുന്നു. ഹെൽപ്പ് ആവുന്നില്ലേ? ഡെഫിനറ്റ്ലി ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നാദര. നാദര ഇപ്പോ 96 ദിവസം നിന്ന് തോന്നുന്നു, അതിനുശേഷം മണി ബോക്സ് എടുത്തിട്ട് ഇറങ്ങി. അപ്പൊ അത്രയും നാളവിടെ നിന്നപ്പം കാണുന്ന അത്രയും 1.5 കോടി ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവർ ഭയങ്കര സാധാരണ ആളെപ്പോലെ തന്നെ സംസാരിക്കുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം, അതാണ് ബേസിക് ആയിട്ട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യം. കാരണം ആൾക്കാർക്ക് കുറേ മിസ്കോൺസെപ്ഷൻസ് ഉണ്ട്. നമ്മളെന്തോ ഭയങ്കര കടിച്ചു കീറി തിന്നാൻ വരുന്ന ആൾക്കാരാണ്, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്, അന്യഗ്രഹ ജീവികളാണ്, അങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ ഒരു പരിധി വരെ മാറി കിട്ടി എന്നുള്ളതാണ്. ശരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ ബിഗ് ബോസ് പോലൊരു വേദിക്ക് പറ്റി എന്നുള്ളത്. പക്ഷെ അതേ വേദി തന്നെ ഈ സീസൺ വന്ന സമയത്ത് കുറെ പ്രതികൂല കാലാവസ്ഥ, പ്രതികൂലപരമായിട്ട് കുറെ കാര്യങ്ങൾ സംഭവിച്ചു അല്ലെ? ആ സാഹചര്യങ്ങൾ മാറി. നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ളൊരു വേദി തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവർക്ക് കൂടി ഒരു വേദിയാവുന്നു എന്നുള്ള ചർച്ചകൾ ഭയങ്കര സജീവമായിട്ട് വന്നു അല്ലെ? എങ്ങനെ നോക്കി കാണുന്നു? വരട്ടെ, ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും റെപ്രസെന്റേറ്റീവ്സ് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് എത്രമാത്രം അതിനകത്ത് ഇടപെടാനായിട്ട് പറ്റും, എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് മറ്റു മനുഷ്യർക്ക് ത്രെട്ടൺ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യം. അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ കോണ്ടസ്റ്റന്റിന് യെല്ലോ കാർഡ് ലാലേട്ടൻ കൊടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ, ചില വയലേഷൻസ് ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കമ്മ്യൂണിറ്റി വയലേഷൻ, അങ്ങനെ ഒരു വയലേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ടാണ് അവിടെ ഒരു യെല്ലോ കാർഡ് കൊടുത്തത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് വരുമ്പോൾ ആളെ കയറ്റരുത്, പുറത്താക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രതിഷേധം പുറത്തുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പ്രതിഷേധം ഉണ്ടായ ആള് തന്നെ അവസാനം ഫിനാലെ വരെ എത്തി എന്നുള്ളത്, അതിന് കുറെയൊക്കെ മറുപടികളായിട്ടും യെല്ലോ കാർഡ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന അഭിഷേകം എന്ന് വെച്ചാൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. വേറെ ഈ കമ്മ്യൂണിറ്റി വയലേഷൻസ് ഒന്നുമില്ല, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ആള്, ഫിസിക്കൽ ഗെയിം ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ കണ്ടിന്യൂസ്ലി കണ്ടിട്ടില്ല, പക്ഷെ കാണുന്ന ഇതിലൊക്കെ നന്നായിട്ട് തന്നെ. എവിടേക്കോ ഈ അഭിഷേക് ശ്രീകുമാറിന്റെ എൻട്രി എന്നുള്ളത് ഈ LGBT അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നില്ലായിരുന്നു, അതല്ലോ എവിടേക്ക് ഏതൊരു മൊമെന്റിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത് റിയലൈസ് ചെയ്തോ? ആ വ്യത്യാസം മനസ്സിലായിരുന്നു? എങ്ങനെയാണ് ഒരു LGBT അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് അഭിഷേകൻ ഉണ്ടായിരുന്നു? ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് ഉണ്ടായി എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു പുള്ളി കയറിയത് തന്നെ ഈ ഒരു ആന്റി LGBTQ കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം കയറിയത്, എനിക്കറിയത്തില്ല. പക്ഷേ അത് ഫസ്റ്റ് വീക്ക് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു, ബിഗ് ബോസ് ടീം തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം അതിനുശേഷം പിന്നീട് ഒരു കാര്യങ്ങളും ആൾ ഉദ്ദേശിച്ച പാത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ബിഗ് ബോസിന്റെ വീടിന്റെ നേച്ചർ എങ്ങനെയാണോ അതുമായിട്ട് യോജിച്ച് പോകേണ്ടി വന്നു. എവിടേക്കോ ഒരു അഭിഷേക് ശ്രീകുമാർ ഒരു പെയിൻ തന്നപ്പോ അല്ലെ, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത്തരം എന്താ പറയാ വാക്കുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടാണെങ്കിൽ പോലും വന്നപ്പോ അപ്പുറത്തൊരു അഭിഷേക് കുറെയൊക്കെ ഒരു പ്രതീക്ഷയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ? അഭിഷേക് അപ്പൊ എനിക്ക് തോന്നുന്നു അഭിഷേകിന്റെ ഒരു ഐഡന്റിറ്റി ശരിക്കും ഈ ഷോയിലൂടെയാണ് റിവീൽ ചെയ്യുന്നത്. ഐ മീൻ ഫാമിലി വരെ അറിയുന്നത്. അതേ ഫാമിലി തന്നെ ഷോയ്ക്ക് അനുസരിച്ച് അമ്മയുടെ കൂടെയുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിഷേക് ആയിട്ട് ഞാനൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്യൂട്ടി പേജിന്റെ വിഷയം പറഞ്ഞ് ഞാൻ അഭിഷേകും തമ്മിൽ ഭയങ്കര വലിയൊരു അടിയായിട്ടുണ്ട്. അത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി എന്ന് പറയണത് നമ്മുടെ ഇന്നർ ബ്യൂട്ടി ആണ് എന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ എന്നിട്ട് പിന്നെ എന്തിനാണ് പോയി സർജറി ചെയ്ത് ബ്യൂട്ടിഫുൾ ആവാൻ നോക്കുന്നതെന്നുള്ള ആ ഒരു വാദമായിട്ട് അഭിഷേക് അന്ന് വന്നിരുന്നു. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പുറത്ത് എന്ത് ചെയ്താലും അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഈ മുടി ഇങ്ങനെ ഇട്ടുകൊണ്ടോ, ഞാൻ മേക്കപ്പ് ഇട്ടതുകൊണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടോ, കണ്ണെഴുതിയത് കൊണ്ടോ ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ്.
ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയാണ് എൻ്റെ സൗന്ദര്യം. ഞാൻ എന്താ പറയാ, ഞാൻ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത്, ഞാൻ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് എൻ്റെ സൗന്ദര്യമായിട്ട്. വ്യക്തിത്വം ശരിക്കും ക്യാരക്ടറാണെന്ന് പറയുന്നു. അപ്പൊ ഈ ക്യാരക്ടറിനെ ഈ ആന്തരികമായിട്ടുള്ളത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയല്ല, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം അല്ല നമ്മളെ കാഴ്ചപ്പാടുകൾ. സൗന്ദര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ എവിടേക്കും ആ രൂപത്തിൽ അത് കൊടുക്കാൻ നോക്കുന്നില്ലേ? കോസ്റ്റ്യൂമിലാണെങ്കിലും ആക്സറീസിലാണെങ്കിലും അത് നമ്മളുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു കമ്മൽ ഇടണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കണ്ണു നോക്കാൻ നേരത്ത് എനിക്കിത് ഇട്ടിട്ടൊരു പരിപാടിക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു തോന്നലാണത്. അതല്ലാതെ അതും ഈ പറയുന്ന ഈ ഒരു സൗന്ദര്യവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. ഇല്ല. സോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ അതനുസരിച്ചാണോ ഡ്രസ് ചെയ്യാറുള്ളത്? ഞാൻ കൂടുതലും സാരി തന്നെയായിരിക്കും എപ്പോഴും ഇടുന്നത്. സാരി, ചുരിദാർ, കൂടുതലും ട്രഡീഷണൽ വിയേഴ്സ്. ശരിക്കും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യാറ്? പോകുന്ന ഫംഗ്ഷന് ഇത്തരത്തിലുള്ള ഡ്രസ്സാണ് ആവശ്യം, എന്നെ ഇങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്, അങ്ങനെയൊക്കെ ഒരു കോൺഷ്യസ്നെസ് എന്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത്. ഉണ്ട്. അപ്പൊ ഭാഗ്യമായ സൗന്ദര്യത്തിൽ ഇഷ്ടമുണ്ട്. സൗന്ദര്യം അല്ലല്ലോ അത്, ഭാഗ്യമായ രൂപത്തിൽ. ഞാൻ പല പരിപാടികൾക്ക് ഒരു മേക്കപ്പ് ഇടാതെ പോകാറുണ്ട്. ചിലപ്പോ ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് പോകാറുണ്ട്. ഇപ്പൊ ഞാൻ കുറെ മേക്കപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എങ്ങനെ പോയാലും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. എന്റെ കോൺഫിഡൻസ് ആണ് എന്റെ ഒരു സൗന്ദര്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ എവിടെ പോയാലും എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ എന്ന വ്യക്തിയെ എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ ബ്യൂട്ടി. ഇതിപ്പോ ഞാൻ സാരി അല്ല ഉടുത്തെങ്കിലും ഞാനിപ്പോൾ ഒരു ടോപ്പും ജീൻസും ആണെങ്കിലും ഞാൻ അവിടെ കോൺഫിഡൻ്റ് ആണ്, ഞാൻ സുന്ദരിയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഡ്രസ്സുകളും ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന സൗന്ദര്യത്തിലാണ് കുറെ സംതൃപ്തി തരുന്നത്, അത് മറ്റൊരാൾ പറഞ്ഞ് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരിക. എനിക്ക് എന്നെ കണ്ണാടി നോക്കാൻ നേരത്ത് കാണുന്ന ഒരു ഇതിലാണ് സംതൃപ്തി വരുന്നത്. കണ്ണാടി നോക്കിയിട്ട് യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ തന്നെ പറയാറുണ്ട് എപ്പോഴും. അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ പോയിക്കാണെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറയും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും, നമ്മൾ എത്രയൊക്കെ കാലം മാറ്റാത്ത മറക്കാത്ത ചിലൊരു മൊമെന്റ്. ശരിക്കും അത്തരത്തില് ഒരു ബെസ്റ്റ് മൊമെന്റ് ശരിക്കും ഏതാ? എനിക്ക് അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അച്ഛൻ അത് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു, 6 വർഷം മുമ്പേ അറിയായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും അത് ചുരുളഴിയാത്തൊരു രഹസ്യമായിട്ട് എനിക്ക് തോന്നുന്നു ശ്രുതിക്ക് അത് അറിയണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ തന്നെ നിക്കട്ടെ എന്നാ ഞാൻ ഞാൻ ചോദിക്കത്തുമില്ല. മേ ബി ഈ ഇന്റർവ്യൂ കാണുമ്പോ കണ്ടു കഴിഞ്ഞാൽ വന്ന് ഇങ്ങോട്ട് വന്ന് പറയുവാണെങ്കിൽ പറയട്ടെ. ചിലപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അച്ഛൻ പറയാ എന്തുകൊണ്ട് ഒരു പക്ഷെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ശ്രുതിയുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ട്രാൻസ് വുമൻ ആണെങ്കിലും ട്രാൻസ്മെനിലോട്ട് മാറുമ്പോഴാണെങ്കിലും ഈ പലപ്പോഴും ഈ ഫീലിങ്സ്, ഇമോഷൻ, പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ സൊസൈറ്റിക്ക്. ഇതേ കൺഫ്യൂഷൻ നിങ്ങൾക്കും ഉണ്ടോ? ശരിക്കും എന്താണ് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും? ഇല്ല, കൺഫ്യൂഷൻ ഉള്ള ആളുകളും കൺഫ്യൂഷൻ ഇല്ലാത്ത ആളുകളും എല്ലാ ജെൻഡേഴ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ സിസ്റ്ററിന്റെ മെയിലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ക്യൂർ ആയിട്ടുള്ള ആളുകളിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു വികാരമാണ്. അതിപ്പോ ഏത് സെക്ഷുവാലിറ്റി ഉള്ള ഒരാൾക്കും മറ്റൊരാളോട് തോന്നാം എന്നുള്ളതാണ്. അതിനങ്ങനെ പരിമിതികളില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ കുറെ പ്രണയാഭ്യർത്ഥനകൾ കിട്ടിയിട്ടുണ്ട്. പ്രണയ അഭ്യർത്ഥനകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. കുറച്ചൊക്കെ ബ്ലഷ് ചെയ്യുന്നുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ട്. അത്തരത്തില് കൂടുതൽ എവിടെയെങ്കിലും അത്തരത്തില് അതില് ട്രാൻസ് വുമൺ അല്ല എന്ന് അറിയാതെ വരെ വന്നിട്ടുള്ള പ്രപ്പോസലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത് അറിഞ്ഞിട്ട് അവര് പോയിട്ടുണ്ട്. അങ്ങനെ നിലനിന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഭയങ്കര കംഫർട്ട് സോൺ ആണ്. എന്നെവായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും എപ്പോഴും. എന്നെവായിട്ട് സംസാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് വർഷങ്ങളായിട്ട് കമ്പനിയുള്ള ആൾക്കാരൊക്കെ സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ വേറെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവുമല്ലോ. ബീങ് എ ട്രാൻസ് വുമൺ, ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ഉണ്ടാവുന്ന അവരുടെ കൺസേൺസ് ഉണ്ടാവുമല്ലോ. കിഡ്സ് വേണം എന്നുള്ള ആ സംഭവങ്ങളൊന്നും പോസിബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ഞാൻ കൂടുതലും അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ തോന്നിയിട്ടുള്ളതും ഉണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹം ഉള്ളതും ഉണ്ടായിട്ടുണ്ട്, ഇല്ലാത്തതും ഉണ്ട്.
അത്തരത്തിൽ ഓർത്തെടുക്കുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന ഏതായിരുന്നു? അയ്യോ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അതിപ്പോ പേര് പറഞ്ഞത് പേര് പറയണ്ട, സന്ദർഭം പറഞ്ഞാൽ മതി. ട്രിവാൻഡ്രത്തുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ ആളിങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് പുള്ളിയായിട്ട് നല്ല പരിചയമായിരുന്നു. പുള്ളി ഇങ്ങനെ സീരിയസ് ആയിട്ട് അതിനകത്ത് പറഞ്ഞു, ഞാൻ തമാശക്ക് പറയുന്നതല്ല, സീരിയസ് ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു തന്നു. അത് ഭയങ്കര പൈങ്കിളി ഇതൊന്നും അല്ല, ഞാൻ അങ്ങനെ പൈങ്കിളി ടൈപ്പ് അല്ല കേട്ടോ. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പ്രണയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ മെച്ചുവേർഡ് ആയിട്ട് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ഞാനത് വേണ്ടെന്ന് ഞാൻ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഇപ്പൊ എനിക്ക് കരിയർ ഫോക്കസ് ചെയ്യണം അങ്ങനെയൊക്കെ. നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. ഈ പ്രണയത്തിലുള്ള വിശ്വാസം ശ്രുതിക്ക് കല്യാണത്തിലുണ്ടോ, വിവാഹത്തിലുണ്ടോ? ഇല്ല, ഞാൻ കൂടുതലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരു ലിവിങ് ടുഗദറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ഭാവിയിൽ ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ പ്ലാനൊന്നും ഇല്ല ഇപ്പൊ, അങ്ങനെ ആരും ഇല്ല മനസ്സിൽ. ഇല്ല, ഐ മീൻ വിവാഹം എന്നുള്ളൊരു അല്ല, ഞാൻ ഓൾറെഡി ബ്രോക്കൺ ആണ്. ഞാൻ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നും കരകയറിയിട്ടില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കുക. ശ്രുതിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദയയെ കുറിച്ച് ചോദിക്കാതെ വയ്യ അല്ലേ? ദയവും ഞാനും സെപ്പറേറ്റഡ് ആയി കുറച്ച് നാളായി. ഇപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. ശ്രുതി സ്റ്റക്കായി നിൽക്കുന്നത് അതിൽ തന്നെയാണോ മൂവ് ഓൺ ചെയ്യാത്ത? ഞാൻ ദയയുടെ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല. ദയയുടെ റിലേഷൻഷിപ്പിൽ ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആണോ അതോ ബ്രേക്കപ്പ് ആയിട്ട് മൂവ് ഓൺ? മേ ബി കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് പുതിയ ഒരാളെ പറ്റി ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഈ കിട്ടിയ അനുഭവങ്ങളിൽ എവിടെയൊക്കെയോ ആളുകളെ കാണുന്നതിൽ ജനറലൈസ് ചെയ്ത് കാണുന്ന രീതിയാണോ? അങ്ങനെയുണ്ടോ? എനിക്കോ കിട്ടിയ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഇനി വരുന്നവരും അങ്ങനെയായിരിക്കും, അത്തരത്തിൽ അനുഭവങ്ങളായിരിക്കും. ഇല്ല, വരുന്ന ആൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതുപോലത്തെ സിമിലർ വേറെ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. മാത്രമല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് ഡൗൺ ആയി പോകുന്ന പ്രതീക്ഷയോ? ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ ലോകം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അത് ഡിപ്പെൻഡ് ആവും. അത് ഭയങ്കര അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ പറ്റരുതല്ലോ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചർ അവിടെ കളയേണ്ടി വരും. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആള് എനിക്ക് മെസ്സേജ് അയക്കാതിരുന്നാൽ ഭയങ്കര ഡൗൺ ആകും, കോൾ ചെയ്യാതിരുന്നാൽ ഡൗൺ ആകും, ദേഷ്യപ്പെട്ട ഡൗൺ ആകും. അപ്പൊ എല്ലാ കാര്യത്തിനും ഡൗൺ ആകും. ഞാനോ അല്ല, അത്രയ്ക്ക് ഇതൊന്നും അല്ല, എന്നാലും ആണ്. ഈ പ്രണയത്തിലെ പൊസസീവ്നെസ് എവിടേക്ക് ഒരു ഇൻസെക്യൂരിറ്റി കൂടിയാണ്. ഡെഫിനറ്റ്ലി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ പ്രണയത്തിലും ഉണ്ടാവൂലേ, ഒരു പാർട്ട് ഓഫ് ദ ലവ്. ഈ കുറെ നാളത്തെ ചിന്തകൾക്ക് ശേഷമാണ് ട്രാൻസ്ഫോമർ എന്നുള്ള അല്ലെ ഒരു ഡിസിഷനിലോട്ട് എത്തുന്നത്. ഒരു സ്ത്രീ ആവുമ്പോൾ മകളാവും, അമ്മയാവും അല്ലെ, അമ്മമ്മ, അങ്ങനെ കുറെ ഘട്ടമുണ്ട്. എവിടേക്കോ ഇത്തരം ഇമോഷനുകളിൽ അമ്മ എന്നുള്ളൊരു വികാരം അല്ലെങ്കിൽ അമ്മയായിട്ട് നിൽക്കാൻ ശ്രുതിക്ക് ചിലപ്പോൾ പലപ്പോഴും തടസ്സങ്ങളുണ്ട് അല്ലെ, ഒരു കിഡ്സ് ഉണ്ടാവാന്നുള്ളൊരു വിവാഹ ജീവിതത്തിലോട്ട് പോയാണ് സമയത്താണെങ്കിലും. എൻ്റെ ഏറ്റവും വലിയ വിഷമം, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള അത് ഇതായിരിക്കും. ഞാൻ ഈ പിള്ളേരുടെ വീഡിയോസ് കാണുമ്പോൾ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വോളിൽ കൊച്ചു പിള്ളേരുടെ വീഡിയോസ് ഒക്കെ വരുമല്ലോ, കുഞ്ഞു പിള്ളേരുടെ, അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയും. അതെൻ്റെ ആ ഒരു ഇമോഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആ പിള്ളേരുമായിട്ട്. പിള്ളേർ എവിടെ വെച്ച് കണ്ടാലും ഞാൻ എടുക്കും. എൻ്റെ കസിൻസിൻ്റെ പിള്ളേർ, അല്ലെങ്കിൽ വെറുതെ പോത്തീസിലൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ വരാൻ നേരത്തെ ആ കുട്ടികളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷമാണ് ഞാൻ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ അമ്മയുടെ അടുത്തും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ഇതാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റിയിരുന്നില്ല. അതറിയാതെയാണ് അമ്മ പോയത്. സ്വീകരിക്കുമായിരുന്നു ഡെഫിനറ്റ്ലി. എന്നെ ഞാൻ കണ്ണാടി നോക്കുന്ന ചില സമയത്ത് എൻ്റെ അമ്മയായിട്ടൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും. അമ്മയായിട്ടുള്ള വ്യക്തിയാണ് ഒരു പെണ്ണായിട്ട് പുനർജനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് സ്വയം വിചാരിക്കും. ശരിക്കും അത്തരത്തില് ഇപ്പോ ആ വീട്ടിൽ അത്ര സ്വീകാര്യത ഉണ്ട് അല്ലെ, അച്ഛൻ സ്വീകാര്യത ഉണ്ട്, പിന്നെ ബാക്കി ബ്രദർ ഉണ്ട്, അമ്മൂമ്മയുണ്ട്. അമ്മയില്ലാത്തൊരു സമയത്ത് എവിടേക്ക് അമ്മയായിട്ട് മാറാറുണ്ടോ വീട്ടിൽ ആ ഒരു സാന്നിധ്യം കൊണ്ട് ശ്രുതി? പോവാറുണ്ടോ വീട്ടിൽ? ഡെഫിനറ്റ്ലി പോവാറുണ്ട്. നമ്മൾ എവിടേക്കോ മാനസികമായിട്ട് തയ്യാറെടുക്കൽ കൂടിയാണ് ഇത് അല്ലെ. ശാരീരികമായിട്ട് അത് മാറുന്ന സമയത്ത് എവിടേക്കോ ഇതിനൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റാതെ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ?
ഇതിനൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വുമൺ ആയിട്ട് പലപ്പോഴും പല കാര്യങ്ങളിൽ എവിടെയെങ്കിലും പരിമിതികൾ സംഭവിക്കാറുണ്ടോ? അത് ആ പരിമിതികൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ എനിക്ക് വരുന്ന പരിമിതി എന്ന് പറയുന്നത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് ഭയങ്കരമായിട്ട് എന്നെ എഫക്ട് ചെയ്യാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഈ ആളുകൾ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ വൃത്തികെട്ട കമന്റ്സ് ഇടുന്നത്, വൃത്തികെട്ട വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യൂർ ആയിട്ടുള്ള ആളുകളെ പറ്റി. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് യങ് ജനറേഷന് അവര് ഇൻസ്പയർഡ് ആവും. അത് കണ്ടിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ കളിയാക്കപ്പെടാനുള്ള ആളുകളാണ്, ഇവരെ നമുക്ക് ഇങ്ങനെ പറയാം, ഇവർ ജീവിക്കേണ്ട ആളുകളല്ല, അങ്ങനത്തെ മൈൻഡുള്ള ഈവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ ആഘോഷിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അവര്. അപ്പൊ അതിന് പോലും ഒരു മരണത്തിന് പോലും റെസ്പെക്ട് കൊടുക്കത്തില്ലാത്ത ഒരു വിഭാഗം ടോക്സിക് ടീമുകൾ ഈ തുടങ്ങി വെക്കേണ്ടത് സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടികളിൽ നിന്നായിരിക്കും. സെക്സ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ്. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോഴും അതിലെവിടേക്കോ ഇതിനെക്കുറിച്ച് കുറെ കൂടിയും സംസാരിക്കാതെ ആധികാരികമായിട്ട് പറയാതെ പോകുന്നുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ അറിയാവുന്ന ടീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ടീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണോ അതോ ഇവരുടെ അറിവിന്റെ പരിമിതിയാണോ അതോ ഇവർ പറയാൻ തയ്യാറാവാത്തതാണോ? അല്ല, അറിവിന്റെ പരിമിതിയാണ്. കാരണം ടീച്ചേഴ്സിനും അറിയില്ല, അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്കും അങ്ങനത്തെ ഒരു ക്ലാസ് കൊടുത്തിട്ടില്ല, അവർക്ക് പ്രൊവൈഡഡ് അല്ല ഇതൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ ഇങ്ങനെ പഠിപ്പിച്ചിറക്കി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ക്ലാസ് കൊടുക്കാനായിട്ടും പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലെ, പ്രത്യേകിച്ച് ഇത്തരത്തിലേക്ക് കൂടുതലും സ്റ്റുഡൻസ് ആയിട്ട് കണക്ട് ആവുന്ന ഇപ്പോഴും ടീച്ചറാണ് അല്ലെ, ഒരു പക്ഷേ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ വന്നേക്കാം. അത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയെ കുറിച്ചൊരു സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്കറിയില്ല ഇത് മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടികൾ. ഞാൻ സ്ഥിരം കോളേജിലും സ്കൂളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, ജെൻഡർ സയൻസ് അറ്റൈസേഷൻ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ജെൻഡറിനെ പറ്റിയും സെക്ഷുവാലിറ്റി, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതൊക്കെയാണ് ബേസിക്കലി പറയുന്നത്. പിന്നെ നമ്മുടെ ലൈഫ്, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് അത് കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നാളെ പെണ്ണായിട്ട് ജീവിക്കാം എന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആരും വരില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ ഒരു ഗേ ആയിട്ടോ ലെസ്ബിയൻ ആയിട്ടോ ഐഡന്റിഫൈ ചെയ്തു വരുമ്പോൾ ആളെ ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു മാനസിക ഒരു മെന്റൽ റെവല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരിലേക്ക്. അല്ലാതെ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ, എനിക്കറിയാവുന്നത്. വേറെ ഈ പുറത്ത് പറയുന്ന ആൾക്കാരൊക്കെ ദേ ഹാവിൻ ഗോൺ ത്രൂ ദാറ്റ് ലൈഫ്. അപ്പോൾ അത് ഞാനാണത് എവിഡൻഷ്യലായിട്ട് പറയേണ്ടത്, ഞാൻ എന്താണ് അനുഭവിച്ചത്, എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പം മറ്റേ ടോക്സിക് ആളുകൾ വന്നിട്ട് ഇവരങ്ങനെയാണ് അവരങ്ങനെയാണെന്നൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുക? നമ്മുടെ ലൈഫിനെ പറ്റി നമ്മളല്ലേ പറയണ്ടേ? അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കുട്ടികളെ ആണെങ്കിലും സ്ത്രീകളെ ആണെങ്കിലും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതും എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കുട്ടികളെയൊക്കെ അത്രത്തോളം സ്നേഹത്തോടെ കാണുന്ന ആളുകളാണ് ട്രാൻസ്ഫോമേഴ്സ്. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കുട്ടികളോട് ഭയങ്കര വാത്സല്യം തോന്നുന്ന ആൾക്കാരാണ് ട്രാൻസ്ഫോമേഴ്സ് എല്ലാവരും തന്നെ. ഞാൻ ഭയങ്കര അവിടെ ഇപ്പൊ അഭിഷേകാണെങ്കിലും പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ട്. കാരണം എൻ്റെ അമ്മയോ പെങ്ങളോ ഏതെങ്കിലും ഒരു വാഷ്റൂം ബാത്റൂമിൽ പോവാണെങ്കിൽ അവിടെ ഇവരുടെ സാന്നിധ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ പ്രതികരിക്കും എന്നുള്ളത്. പെങ്ങളുള്ള സ്ഥലത്ത് ഇപ്പൊ സപ്പോസ് ഞാനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രത്യേകിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ പോവോ? ഡെഫിനറ്റ്ലി ഇല്ല. അപ്പം വേറൊരാളൊരു മുതലെടുക്കുന്നുണ്ടെന്നായിട്ട് തോന്നുന്നില്ലേ? മുതലെടുക്കുന്ന ആൾക്കാർ എന്തായാലും എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന ഈ അഭിഷേക് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങനെ ഒരാള് മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മിസ്യൂസ് ചെയ്യുന്നത് ഒരു സിസ്ജെൻഡർ മെയിൽ തന്നെ ആയിരിക്കും, ഒരു മെയിൽ പ്രിവിലേജ് ഉള്ളൊരു വ്യക്തി ആയിരിക്കൂലേ അത് മിസ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അവർക്കാണ്. ശരിക്കും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന കലാലയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഹാരാജ് കോളേജിലൊക്കെ ഈ ഒരു വിഷയം സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ജനറൽ ന്യൂട്രൽ വാഷ്റൂമുകൾ വരണം എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെ നോക്കി കാണുന്നു? ഡെഫിനറ്റ്ലി വരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് വന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് അവിടെ പോയിട്ട് വാഷ്റൂമിൽ കയറുമല്ല, ഓരോരോ ഡോർ ഉണ്ടാവും എല്ലാത്തിലും. അവിടെ പോയിട്ട് എന്താ പറയാ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് റൈറ്റ്സ് ഉള്ള സ്ഥലമാണെന്നുള്ള വ്യാജേന പോയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള ഒരു ആ തോന്നല് വെറും തോന്നല് മാത്രമാണ്. ഈ ക്യാമ്പയിൻ ശരിക്കും ഭയങ്കരമായിട്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളില്ലെങ്കിലും എവിടേക്കോ ഈ ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ പോസ്റ്റുകളും ഒക്കെ ഇതാണോ കൂടുതലായിട്ടും വരുന്നത്? ഓ സീരിയസ്ലി
ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസും പോസ്റ്റുകളൊക്കെ നോക്കിയാൽ തന്നെ അതിൻ്റെ അടിയിൽ കാണാം. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം പറയാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഹാഷ്ടാഗുകളും ക്യാമ്പയിൻസും ഒക്കെ വരുന്നത്. ഇപ്പൊ 2 Gender Squad, അങ്ങനെ സമയത്ത് ഒരുമിച്ച് ടീഷർട്ടൊക്കെ ഇട്ട് പരസ്യമായിട്ട് വരുന്നു എന്നുള്ളത് ഇത് എവിടേക്കോ സ്വീകാര്യത കിട്ടുന്ന, ബിഗ് ബോസ് പോലുള്ള വേദികളിൽ സ്വീകാര്യത കിട്ടുമ്പോൾ കൊല്ലുന്നൊരു സംഭവം അതിനൊപ്പം തന്നെ അത് ഇല്ലാതാക്കുക കൂടിയും ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ ഈ അഭിഷേകിനെ പോലെ ഇത്രയും അഭിഷേകിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് ജനങ്ങളിൽ. ഇപ്പൊ അഭിഷേക് ഇങ്ങനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്ന കാര്യങ്ങളും അഭിഷേക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് കേൾക്കുന്ന ആളുകളിലേക്ക് ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കേണ്ടത് അഭിഷേകിന്റെയും കൂടി ഒരു ഉത്തരവാദിത്വം ആയിരുന്നു. പക്ഷെ ഈ 2 Gender Squad എന്നൊക്കെ പറഞ്ഞ് ആ സാധനം പ്രൊമോട്ട് ചെയ്ത് പോകാൻ നേരത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു സഹ മത്സരാർത്ഥി എന്ന് പറയുന്ന ഒരു വ്യക്തി, ജാൻമണി, ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളാണ്. ഇയാള് ഇന്റർവ്യൂവിൽ വന്നിട്ട് ജാൻമണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് പോയിട്ട് ഈ 2 Gender Squad എന്ന് പറയുന്ന ബനിയൻ ഇടുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു ഡബിൾ സ്റ്റാൻഡാണ്. മാത്രമല്ല അഭിഷേക് ജയദീപിനെയും ആള് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും, എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ആള് പറയുന്നതും അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് എതിരല്ല, ചില വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെയാണെന്നാണ് പറയുന്നത്. 2 Gender Squad ഇട്ടെടുക്കുന്ന കാര്യമില്ലല്ലോ. ചില വ്യക്തികൾക്കെതിരാണെങ്കിൽ ആ വ്യക്തികളുടെ പേര് എഴുതിയാ പോരെ. ശരിക്കും ശ്രുതി എങ്ങനെ നോക്കി കാണുന്നു? 2 Gender മതി എന്നുള്ള രീതിയിലേക്കാണ്, സെപ്പറേറ്റ് ഒരു വിഭാഗം വേണം, ട്രാൻസിന് വേണം? ജെൻഡർ അല്ല, ജെൻഡർ എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെക്ട്രം ആണ്. ഇപ്പൊ നമ്മുടെ WHO റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ജെൻഡറുകൾ ഉണ്ട്. അതിപ്പോ പലതും നമുക്ക് പേര് പോലും അറിയത്തില്ല. ഫേസ്ബുക്കിന്റെ ജെൻഡർ കോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10-70 ജെൻഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അത് അതിനെ പറ്റിയുള്ള സ്റ്റഡികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 2 Gender അല്ല, ഈവൻ സെക്സ് പോലും 2 അല്ല, മെയിൽ ഫീമെയിൽ ഇന്റർസെക്സ് മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ ബൈനറിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതിലെവിടേക്കോ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ട്രാൻസ് മെൻ ആവുന്നു, ട്രാൻസ് വുമൺ ആവുന്നു അല്ലെ, ഈ 2 വിഭാഗം നിൽക്കുന്നു. ആണായി ജീവിക്കാനായിരിക്കുന്നവരൊപ്പം നിൽക്കണം, പെണ്ണായിട്ട് നിൽക്കണം, ആ വിഭാഗത്തിൽ പെടണം, അല്ലെങ്കിൽ അവർക്കൊപ്പം സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയുന്നവർ തന്നെ എങ്ങനെയാണ് അടുത്തൊരു വിഭാഗം വേണം, അങ്ങനെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അല്ലാതെ മൂന്നാമതൊരു വിഭാഗം എന്ന രീതിയിൽ അറിയപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പോൾ ഈ ബൈനറിയിൽ അകത്ത് തന്നെ ഒതുങ്ങണം എന്ന് താല്പര്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ആൾ അങ്ങനെ അവളുടെ അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളതാണ്. ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ ആ ബൈനറിയിൽ ഒതുക്കി തീർക്കണം എന്ന് ഇവിടെ ആർക്കും പറയാനുള്ള റൈറ്റ്സ് ഇല്ല. ശരിക്കും ഈ പരിഗണനകൾ വേണമെന്ന് പറയുമ്പോഴും ഈ പ്രത്യേക പരിഗണനകൾ പലപ്പോഴും ശരിക്കും ഒരു മാറ്റി നിർത്തൽ കൂടിയല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? പ്രത്യേക പരിഗണനകള് ഇപ്പൊ സപ്രസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ഉയർത്താൻ വേണ്ടി പ്രത്യേക പരിഗണന തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ റിസർവേഷനൊക്കെ പ്രത്യേക പരിഗണനയായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കാലാകാലങ്ങളായിട്ട് കൊടുത്തു വരുന്നതാണ്. ഈ റിസർവേഷൻ ഇപ്പോഴും കൊടുക്കുന്ന സാമ്പത്തിക ഇക്വാലിറ്റിക്ക് വേണ്ടിയല്ല, നമ്മുടെ സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന സാധനമാണ് റിസർവേഷൻ. അതുപോലെ തന്നെ ഒരു സാധനമാണ് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട വിഭാഗങ്ങൾക്ക് അത് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശ്രുതി ഏത് കേൾക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ബ്യൂട്ടിഫുൾ വുമൺ എന്നാണോ, ബ്യൂട്ടിഫുൾ ട്രാൻസ് വുമൺ എന്നാണോ? ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്ന് കേൾക്കാനാണ് ആഗ്രഹം. ഭയങ്കര കിടലൻ ഉത്തരവാണ്. പക്ഷെങ്കിൽ പോലും എവിടേക്ക് ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോ പറയാൻ പറ്റിയ ഉത്തരവാണ്. അപ്പോ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ട്രാൻസ് വുമൺ എന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ എന്റെ അടുത്ത് വന്ന ആളുകള് ഭയങ്കര സുന്ദരിയാണല്ലോ, കറക്റ്റ് പെണ്ണിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് നിൽക്കുമെങ്കിലും അതൊരു കോംപ്ലിമെന്റ് അല്ല. അത് ശരിക്കും പെണ്ണിനെ പോലെ തോന്നിയ പെണ്ണ് മാത്രമേ സൗന്ദര്യം ഉള്ള ഒരു സംഭവം എന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. അറ്റ് ദ സെയിം ടൈം ട്രാൻസ്ഫോൺസ് ഒന്നും സുന്ദരികളല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനും അതിൻ്റെ അകത്തുണ്ട്. സോ യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോൺ എന്ന് പറയാം. ഇനി കുറേയേറെ ശ്രുതിമാർ ഇങ്ങനെ, അല്ലെങ്കിൽ മോർ ദാൻ ബ്യൂട്ടിഫുൾ ദാൻ എ വുമൺ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാമല്ലോ. അങ്ങനെ എന്തൊക്കെ രീതിയിൽ മാറ്റിമറിച്ച് പറയാം. ഇനി കളർഫുൾ സ്റ്റോറീസിലാണല്ലോ ഇരിക്കുന്നത് അല്ലെ? അത്രത്തോളം കളർഫുൾ ആയിട്ടുള്ള ചിന്തകളിൽ എന്താ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഫ്യൂച്ചർ? അങ്ങനെ ഫ്യൂച്ചർ ഇനി ഫിലിം തന്നെയാണ് ഫോക്കസിങ്. ഫിലിം, മോഡലിംഗ് ഒക്കെ, ആഡ്സും ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അഡിഡാസുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തുള്ള ബ്രാൻഡുകളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്ലസ് സിനിമയും ഫോക്കസ് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ സോ അത്തരത്തിലുള്ള അവസരങ്ങൾ കുറേയേറെ വരട്ടെ. സിനിമ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇനി ഇരിക്കുമ്പോൾ ഇതുപോലെ കളർഫുൾ സ്റ്റോറീസിൽ ആ
നായിക വിശേഷങ്ങളും സിനിമ വിശേഷങ്ങളായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഓ, കൂടി അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു. യെസ്, താങ്ക് യു. OUL ദ കെന്ന ഷോ. മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ നമ്മൾ തുടങ്ങുകയാണ്, ദ കെന്ന ഷോ. നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി കെന്ന ഷോ. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ.